കൊമേഴ്സ് വിത്ത് മാത്സിനെ കുറിച്ച് നമ്മൾ മുൻപും സംസാരിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞു നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കൊമേഴ്സ് സ്ട്രീമിൽ മാത്സിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ലീനിയർ ഇക്വേഷൻ ആയാലും ട്രിഗണോമെട്രി ആയാലും സ്റ്റാറ്റി ആയാലും നമുക്കറിയാവുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ വർഷവും മാത്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്നാലും പലർക്കും ഡൗട്ടാണ് മാത്സ് എടുത്താൽ പണി കിട്ടുമോ എന്നുള്ളത് അല്ലേ. യെസ്, അപ്പം മാത്സ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ പറയാൻ പറ്റുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ചാണ്. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യം മാത്സ് എടുക്കുന്നത് തന്നെയാണ്. കാരണം ഏത് കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ മാത്സ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ നമ്മൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് എന്താണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് കൊമേഴ്സ് വിത്ത് മാത്സ് ആണ്. പിന്നെ അതുപോലെ ഈ അക്കൗണ്ടിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ അക്കൗണ്ടിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. നമുക്ക് കണക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് എന്താണ് മാത്സ് പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ എന്താണ് ആ ഒരു അക്കൗണ്ടിങ് വിത്ത് മാത്സ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് അത്രത്തോളം നമ്മളെന്താണ് ഈ മാത്സിലുള്ള നമ്മളെ ആ ഒരു കാലിബർ കൂടി വരികയുള്ളൂ. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മാത്സ് വിത്ത് കൊമേഴ്സ് നമുക്ക് ഒരുപാട് ഗുണം തരുന്നുണ്ട്. ദെൻ അതേപോലെ നമുക്ക് ദോഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്കൊന്നുമില്ല. ഇപ്പം മാത്സ് ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ. ടഫ് മീൻസ് എന്താണ് മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ആ കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് എന്താണ് സയൻസ് സ്ട്രീമുകാരെ വെച്ച് നോക്കുന്ന സമയത്ത് അത്രത്തോളം ടഫായിട്ടല്ല നമുക്ക് കൊമേഴ്സുകാർക്ക് എന്താണ് മാത്സിൻ്റെ എക്സാമും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം മക്കൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി ഓപ്ഷണൽ സബ്ജക്റ്റിൽ മാത്സിനെ കുറിച്ച്. ഓക്കെ.